പഴുത്ത് കറുത്ത് തുടങ്ങിയ നേന്ത്രപ്പഴം കൊണ്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇത്. 2-3 ദിവസം നമുക്ക് സ്റ്റോർ ചെയ്യാനും പറ്റും. ഇതിനായിട്ട് ആദ്യം തന്നെ മിക്സറിൻ്റെ ചെറിയ ജാറിലേക്ക് നല്ലപോലെ പഴുത്ത 2 പഴമാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ മുറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് 5 മുതൽ 6 ടേബിൾ സ്പൂണോളം ശർക്കര പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് രണ്ടും ആദ്യം നല്ലപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൂട്ടിലേക്ക് മൈദയാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത്. 1.5 കപ്പ് മൈദയാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അരക്കപ്പായിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവ് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ കുഴച്ചെടുക്കാം. ഇപ്പോൾ ടോട്ടൽ 1 കപ്പ് ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. ഒന്ന് കുഴഞ്ഞ് വന്നതിന് ശേഷം വീണ്ടും നോക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള കൂട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഇതുപോലെ കുറച്ചായി ചേർത്ത് കുഴച്ചെടുക്കുക. ഒട്ടും കയ്യിലൊന്നും പറ്റിപ്പിടിക്കാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാണ് നമ്മൾ നീഡ് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യോ എണ്ണയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാണ് നമ്മളിവിടെ കുഴച്ചെടുക്കേണ്ടത്. കയ്യിലൊന്നും ഒട്ട് പറ്റിപ്പിടിക്കാൻ പാടില്ല. അപ്പോൾ കുറച്ചായിട്ട് മാത്രം മൈദ ചേർത്ത് കൊടുത്ത് ഇതുപോലെ നമുക്ക് കൂട്ട് കുഴച്ചെടുക്കാം. ഇനി ഈ ഒരു കൂട്ട് ഒന്ന് നന്നായിട്ട് ടക്ക് ചെയ്തതിന് ശേഷം 1 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 1 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്താൽ മതിയാകും. ഇപ്പോൾ ഇതാ 1 മണിക്കൂർ ആയിട്ടുണ്ട്. കൂട്ടങ്ങനെ ഒരുപാട് പൊന്തി വരുമൊന്നുമില്ല. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഈ ഒരു രീതിക്ക് ഒന്നും കൂടെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് പരത്തിയെടുക്കാം. അപ്പോൾ അതിന് 2ആയിട്ട് ഭാഗിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് മൈദയിലൊന്ന് ഡസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പരത്തിയെടുക്കാം. ഈസി ആയിട്ട് പരത്തിയെടുക്കാൻ വേണ്ടി പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാണ്. അപ്പോൾ അതാ ഞാൻ ഈ ഒരു കനത്തിലാണ് ഇത് പരത്തിയെടുത്തിരിക്കുന്നത്. ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ്. ഞാനിതുപോലെ റെക്റ്റാങ്കിളായിട്ട് കട്ട് ചെയ്തിട്ട് ആ ഒരു സ്റ്റിക്കിൻ്റെ ഷേപ്പാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പ് വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഈ ഒരു കനത്തിൽ ഈ ഒരു രീതിക്കാണ് ഞാനിവിടെ ഷേപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഷേപ്പ് ചെയ്തെടുക്കാം. ഏത് പാത്രത്തിലാണോ വെക്കുന്നത് ആ ഒരു പാത്രം മൈദ ഡസ്റ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ഇനി ഇത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് കുറച്ച് എണ്ണ നേരത്തെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. മീഡിയം ചൂടായിട്ടുള്ള എണ്ണയിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അത് എണ്ണയുടെ മുകളിലേക്ക് ഇതുപോലെ പൊങ്ങി വരും. അതിനുശേഷം ഇത് മറിച്ചിട്ട് കൊടുക്കാം. നല്ലപോലെ തന്നെ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതാ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഈ ഒരു കളറാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ കറുത്തു തുടങ്ങിയ പഴം ഉണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഇത് നമുക്ക് 2-3 ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്.